വി.എസ്. അച്യുതാനന്ദൻ്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങളാണ്. ഇന്നലെയാണ് അദ്ദേഹത്തെ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ICUവിലാണെന്നുള്ള വിവരങ്ങളുണ്ടായിരുന്നു. നിലവിൽ എന്താണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ? ഇന്നലെ ഉച്ചയോടുകൂടിയായിരുന്നു വി.എസിനെ ഇത്തരത്തിൽ ശ്വാസതടസ്സവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അങ്ങനെ അത്തരത്തിലാണ് മകൻ പിന്നീട് സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് പങ്കുവച്ച കാര്യം. അതിനുശേഷം ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിലൊരു ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട് എന്ന് അത്തരത്തിൽ ഉള്ള വാർത്തകൾ പുറത്തേക്ക് വന്നത്. അതിനുശേഷം ക്രിട്ടിക്കൽ ICUവിലേക്ക് മാറ്റുകയും അവിടെ വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടി മറ്റ് ചികിത്സകളും മറ്റും തുടരുകയാണ്. അപ്പം തന്നെ വൈകുന്നേരത്തോടു കൂടി നില മെച്ചപ്പെട്ടു എന്ന രീതിയിലായിരുന്നു നമുക്ക് വിവരങ്ങൾ ലഭിച്ചത്. എന്നാൽ തന്നെ നമുക്കറിയാം വി.എസിന്റെ പ്രായാധിക്യം വളരെയധികമാണ്. 102 വയസ്സോളം ഉള്ള വി.എസിന്റെ ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നം പോലും അദ്ദേഹത്തിന്റെ ജീവന് വളരെയധികം ഭീഷണിയായി നിലനിൽക്കുന്നുണ്ട്. കാരണം അത്രയധികം പ്രായാധിക്യമുണ്ട്. മാത്രമല്ല ഇത്തരത്തിലൊരു ചെറിയ ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങളാണ് നിലവിലുള്ളതെങ്കിലും ശ്വാസതടസ്സം അനുഭവപ്പെടുന്നുണ്ട്. അതുതന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പ്രായത്തിന്റേതായ ആരോഗ്യ പ്രശ്നങ്ങളും അദ്ദേഹത്തിനുണ്ട്. അത്തരത്തിലുള്ള ചികിത്സകളും മറ്റും നൽകുന്നുണ്ട്. നിലവിൽ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിരിക്കുകയാണെന്നാണ് നമുക്ക് അവസാനമായി ലഭിക്കുന്ന വിവരം. ബാക്കിയുള്ള വിവരങ്ങളെല്ലാം മെഡിക്കൽ ബുള്ളറ്റിൻ പ്രസിദ്ധീകരിക്കുന്നതിന് വഴിയായിരിക്കും കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുക. ശരി, സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് വി.എസിൻ്റെ ആരോഗ്യനിലയിൽ അല്പം പുരോഗതിയുണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് പ്രായാധിക്യമുണ്ട്, അതുകൊണ്ട് തന്നെ ആ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കാര്യമായ ആശങ്കയ്ക്ക് സാഹചര്യമില്ല. അദ്ദേഹം തിരിച്ചു വരികയാണ്.